ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഭഗവത്ഗീത എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന ഒരു സ്ക്രിപ്റ്റാണിത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ആശയക്കുഴപ്പത്തിൽപ്പെട്ടിട്ടുണ്ടോ? എത്ര ശ്രമിച്ചാലും മനസ്സിന് സമാധാനം കിട്ടാത്ത അവസ്ഥ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് യുദ്ധഭൂമിയിൽ നടന്ന ഒരു സംഭാഷണം ഇന്നും ലോകത്തെ ഇൻസ്പയർ ചെയ്യുന്ന, പ്രചോദിപ്പിക്കുന്ന ആ സംഭാഷണമാണ് ഭഗവത്ഗീത. ഇത് ഒരു മതഗ്രന്ഥം മാത്രമല്ല, ജീവിതത്തെ എങ്ങനെ നേരിടണമെന്ന് പഠിപ്പിക്കുന്ന ഒരു മഹത്തായ മാർഗദർശകമാണ്, ഒരു ഗൈഡൻസാണ്. ഈ കഥ ആരംഭിക്കുന്നത് അർജുന എന്ന മഹായോദ്ധാവിലൂടെയാണ്. യുദ്ധഭൂമിയിൽ നിൽക്കുന്ന അർജുനൻ ഭയത്താലും സംശയത്താലും വീഴുന്നു. ഞാൻ ശരിയാണോ? ഈ യുദ്ധം വേണ്ടതാണോ എന്ന ചിന്തകൾ അവനെ ദുർബലമാക്കുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ഗുരുവുമായ കൃഷ്ണ സംസാരിക്കാൻ തുടങ്ങുന്നത്. കൃഷ്ണൻ ആദ്യം പഠിപ്പിച്ച പാഠം ഇതായിരുന്നു: നിന്റെ കടമ ചെയ്യുക, ഫലത്തെക്കുറിച്ച് അമിതമായി ചിന്തിക്കരുത്. ഇന്നത്തെ മനുഷ്യരുടെ വലിയ പ്രശ്നം അതാണ്. നമ്മൾ ജോലി ചെയ്യുന്നതിലും കൂടുതൽ ഫലത്തെക്കുറിച്ചാണ് ഭയപ്പെടുന്നത്. അതായത്, ഞാൻ പരാജയപ്പെട്ടാൽ മറ്റുള്ളവർ എന്തു ചിന്തിക്കും? എൻ്റെ ശ്രമം വെറുതെയായാൽ? ഈ ഭയം തന്നെയാണ് മനസ്സിനെ തകർക്കുന്നത്. ഭഗവത്ഗീത പറയുന്നത്, നിനക്ക് നിയന്ത്രിക്കാനാകുന്നത് നിൻ്റെ ശ്രമം മാത്രമാണ്, ഫലമല്ല. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ പ്രവർത്തിക്കുമ്പോൾ മനസ്സിന് സമാധാനം ലഭിക്കും. ഗീതയുടെ മറ്റൊരു വലിയ സന്ദേശം, മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുക. മനസ്സാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തിയും ഏറ്റവും വലിയ ശത്രുവും. അതുകൊണ്ട് കോപം, അസൂയ, ഭയം, നെഗറ്റീവ് ചിന്തകൾ ഇവ മനുഷ്യനെ അകത്തുനിന്ന് തകർക്കും. പക്ഷേ ക്ഷമ, ആത്മനിയന്ത്രണം, ശാന്തത ഇവ ജീവിതത്തെ ഉയർത്തുകയും ചെയ്യും. ഗീത നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ ജയിക്കുന്നതല്ല യഥാർത്ഥ വിജയം എന്ന് പറയുന്നത്, സ്വന്തം മനസ്സിനെ ജയിക്കുന്നതാണ്. ജീവിതത്തിൽ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. വിജയവും താൽക്കാലികം, പരാജയവും താൽക്കാലികം, ദുഃഖവും കടന്നു പോകും. അതുകൊണ്ട് വിജയത്തിൽ അഹങ്കരിക്കരുത്, പരാജയത്തിൽ തളരുകയും ചെയ്യരുത്. ശക്തനായ മനുഷ്യൻ എന്നത് ഒരിക്കലും വീഴാത്ത ആളല്ല, വീണാലും വീണ്ടും എഴുന്നേൽക്കുന്ന ആളാണ്. ഭഗവത്ഗീതയുടെ ഏറ്റവും ശക്തമായ സന്ദേശം ഇതാണ്: നിനക്കുള്ളിൽ നീ അറിയാത്ത ഒരു ശക്തിയുണ്ട്. പലരും സ്വന്തം കഴിവുകളെ സംശയിച്ചുകൊണ്ടാണ് ജീവിതം കഴിക്കുന്നത്. പക്ഷേ ധൈര്യവും ശക്തിയും നമ്മൾ തന്നെയുണ്ട്. അതിനെ ഉണർത്തുകയാണ് വേണ്ടത്. ഇന്നും ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ ഭഗവത്ഗീത വായിക്കുന്നത് സമാധാനത്തിനും പ്രചോദനത്തിനും വേണ്ടിയാണ്. കാരണം അതിൻ്റെ സന്ദേശം കാലാതീതമാണ്. ഗീത നമ്മെ പഠിപ്പിക്കുന്നത് ആത്മവിശ്വാസത്തോടെ ജീവിക്കുക, കടമ നന്നായി ചെയ്യുക,
മനസ്സിനെ നിയന്ത്രിക്കുക, മാറ്റങ്ങളെ സ്വീകരിക്കുക, ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. അർജുനൻ്റെ യുദ്ധഭൂമി പോലെ തന്നെ നമ്മുടെ ജീവിതവും ഒരു യുദ്ധഭൂമിയാണ്. പ്രതിദിനം നമ്മൾ ഭയം, സമ്മർദ്ദം, നിരാശ, ആശങ്ക എന്നിവയോട് പോരാടുന്നു. ആ പോരാട്ടത്തിൽ ജയിക്കാൻ വേണ്ട ജ്ഞാനമാണ് ഭഗവത്ഗീത. കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധം പുറത്തല്ല, അത് നമ്മുടെ ഉള്ളിലാണ്. ആ മനസ്സിനെ ജയിക്കുന്നവനാണ് യഥാർത്ഥ വിജയി. അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അത് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കേട്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ബൈ, ഹാവ് എ നൈസ് ഡേ.